വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ തെരുവിലേക്ക്. കൊടുങ്ങല്ലൂരിൽ ഇന്ന് വൈകിട്ട് പ്രകടനം നടത്തും. കുന്നംകുളത്തും ആലുവയിലും പ്രകടനത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എം.കെ. ഷുക്കൂർ വിശദാംശങ്ങൾ നൽകും. ഷുക്കൂർ, നേരത്തെ ബിജീഷ് നൽകിയ റിപ്പോർട്ട് മുഴുവൻ കണ്ണൂർ ജില്ലയിലെ കേസിക്കെതിരെയുള്ള പ്രകടനങ്ങളുടെയോ പ്രതിഷേധങ്ങളുടെയോ ഒക്കെ വാർത്തകളായിരുന്നു. ഇനി തൃശ്ശൂരിലേക്ക് വന്നാൽ അവിടെ കൊടുങ്ങല്ലൂരിലും കുന്നംകുളത്തും ഒപ്പം എറണാകുളത്ത് ആലുവയിലുമൊക്കെ വലിയ പ്രകടനത്തിന് ആഹ്വാനം ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. ഈ ആഹ്വാനം ചെയ്ത പ്രതിഷേധങ്ങളൊക്കെ ഇന്ന് തന്നെ നടക്കാൻ സാധ്യതയുണ്ടോ? സൈഫുദ്ദീൻ, ഈ മുൻകൂട്ടി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചാണ് ഈ പ്രകടനങ്ങളെല്ലാം തന്നെ നടക്കാൻ പോകുന്നത്. ആദ്യം ഇത്തരമൊരു അറിയിപ്പ് വന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. കൊടുങ്ങല്ലൂരിലെ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് തന്നെയാണ് ഇത്തരമൊരു പ്രകടനത്തിന് നേതൃത്വം നൽകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതുമായി ബന്ധപ്പെട്ട വലിയ സംഘാടനവും അതുപോലെ തന്നെ ആളുകളെ ഫോൺ വിളിച്ച് സംഘടിപ്പിക്കലും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 മണിയോടുകൂടി കൊടുങ്ങല്ലൂർ നഗരത്തിൽ ഇത്തരമൊരു പ്രകടനം നടക്കുമെന്നാണ് അറിയിപ്പ്. മറ്റൊന്ന് കുന്നംകുളം മണ്ഡലത്തിലെ കടവല്ലൂർ പഞ്ചായത്തിലാണ് അടുത്തൊരു പ്രകടനം അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന് എറണാകുളം ജില്ലയിലെ ആലുവ, അതായത് വി.ഡി. സതീശിന്റെ നാടിനോട് ചേർന്ന സ്ഥലത്താണ് അവിടെ ഒരു പ്രകടനം. ഒപ്പം തന്നെ മൂവാറ്റുപുഴ, നമുക്കറിയാം മാത്യു കുഴൽനാടന്റെ മണ്ഡലമാണ് മൂവാറ്റുപുഴ. ഈ മൂവാറ്റുപുഴയിലും UDF കൂട്ടായ്മയുടെ പേരിൽ ഒരു പ്രകടനം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തൊടുപുഴയിലും സമാനമായ രീതിയിൽ വി.ഡി. സതീശിനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രകടനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ തൃശ്ശൂർ എന്നൊരു ജില്ല എടുക്കുക. തൃശ്ശൂർ ജില്ലയിൽ ഒരേ ഒരു ഗ്രൂപ്പ് മാത്രമാണുള്ളത്. അത് കെ സി വേണുഗോപാൽ ഗ്രൂപ്പാണ്. എല്ലാ നേതാക്കളും KC ഗ്രൂപ്പാണ്. പക്ഷേ ഈ നേതാക്കൾക്കൊന്നും തന്നെ താഴെ തട്ടിൽ അണികളുടെ മേൽ വലിയ നിയന്ത്രണമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർക്കെല്ലാം നിയന്ത്രണമുള്ളത് ഒരു നിയോജക മണ്ഡലം തലത്തിലുള്ള നേതാക്കളുടെയോ അല്ലെങ്കിൽ ഒരു ജില്ലാ തല നേതാക്കളുടെ മേൽ മാത്രമാണ് അവർക്ക് നിയന്ത്രണമുള്ളത്. അണികൾ വളരെ സ്വതന്ത്രരാണ്. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അത്തരം പ്രാദേശിക കൂട്ടായ്മകളും പ്രാദേശികമായ ചെറിയ നേതാക്കളുമാണ് ഇത്തരം പ്രകടനങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത്. അവരാണ് ഇത് സംഘടിപ്പിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന് അതിന്റെ അണികൾക്ക് മേലുള്ള നിയന്ത്രണം പോയിട്ട് കാലം കുറയായി. മറിച്ച് കോൺഗ്രസ് അനുഭവമുള്ള ആളുകൾ താഴെ തട്ടിൽ സംഘടിതമല്ലാതെ നിലനിൽക്കുകയാണ്. അത്തരം ആളുകളുടെ ഒരു സംഘാടനം കൂടി ഇത്തരം പ്രകടനങ്ങളുടെ ഭാഗമായി സംഭവിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കുന്നംകുളത്താണെങ്കിലും കൊടുങ്ങല്ലൂരാണെങ്കിലും അതുപോലെ തന്നെ മൂവാറ്റുപുഴയിലാണെങ്കിലും അത്തരത്തിലുള്ള കൂട്ടായ്മകളാണ് ഈ മറ്റു പ്രകടനങ്ങളെല്ലാം തന്നെ സംഘടിപ്പിക്കുന്നത്. ഒരുപക്ഷെ VS അച്യുതാനന്ദന് പിന്തുണ അർപ്പിച്ച് നടന്ന പ്രകടനങ്ങൾ പോലെ തന്നെയുള്ള ഒരു പ്രകടനമാണ് ഒരുപക്ഷെ വി.ഡി. സതീശിന് അനുകൂലമായും സംഭവിക്കാൻ പോകുന്നത്. വൈകുന്നേരത്തോടുകൂടി അതിൽ എത്ര പേർ പങ്കെടുക്കും, എത്ര ഇടങ്ങളിൽ നടക്കും എന്നെല്ലാം സ്വാഭാവികമായും ചർച്ച വരും. എന്തായാലും ഇത് ഒരിടത്താണ് കൊടുങ്ങല്ലൂരിലാണ് ആദ്യം പ്രഖ്യാപിച്ചതെങ്കിൽ പിന്നീട് മധ്യ കേരളത്തിലെ പല ഭാഗങ്ങളിലും ഏതാണ്ട് 10 സ്ഥലങ്ങളിലെങ്കിലും ഇതിനകം തന്നെ പ്രകടനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി ഇതിലെ ജനപങ്കാളിത്തവും അതുപോലെ തന്നെ പ്രവർത്തകരുടെ പങ്കാളിത്തവും പാർട്ടി നേതാക്കളുടെ പങ്കാളിത്തവും എല്ലാം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യം തർക്കമില്ല.